ഹേ ഗായ്സ്, ദിസ് ഈസ് സോജാ ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് അടുത്ത 3 മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതാണ്. ഓക്കെ, സോ സിറ്റുവേഷൻ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അപ്പോൾ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. സോ പോസിറ്റീവായിട്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ദ ലവേഴ്സ് കാർഡ്, കിങ് ഓഫ് വാൻസ്, ദ വേൾഡ് കാർഡ്, 2 ഓഫ് പെൻറ്റിക്കിൾ, ഏസ് ഓഫ് പെൻറ്റിക്കിൾ, 5 ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട്. ദ ഹൈ പ്രീസ്റ്റേഴ്സ്, ജസ്റ്റിസ്, പേജ് ഓഫ് വാൻസ്, ദ സൺ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. അടുത്ത 3 മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്നുള്ളത്. ഓക്കെ, അതിന് മുൻപായി തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഫ്രീ റീഡിംഗ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ആയിട്ട് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ റീഡിംഗ് കാണുന്നവരുണ്ട്, ഡെയിലി വീഡിയോസിന് കോമൻറ്റ് ചെയ്യുന്നവരുണ്ട്. സോ അവരെയൊക്കെ പരിചയപ്പെടാം, അവർക്കൊക്കെ ഒരു റീഡിംഗ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. പക്ഷെ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഫ്രീ റീഡിംഗ് കൂടി കൊടുക്കാത്തത്. അല്ലാതെ തന്നെ സ്ലോട്ട് ഒരുപാടുള്ളപ്പോൾ നമ്മൾക്കത് ബുദ്ധിമുട്ടാണല്ലേ. സോ ഒരു 10 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ 1-2 പേരെ വെച്ചിട്ട് സെലക്ട് ചെയ്യും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഡെയിലി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ അവരുടെ എല്ലാം ID കാണാൻ പറ്റും. നിങ്ങൾ എത്ര കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്, ഫുള്ളായിട്ട് എത്ര കമൻറ്റ്സ്, 100 എബോ കമൻറ്റ്സ് ഇട്ടവരുണ്ട്. ദാറ്റ് മീൻസ് അവർ എൻ്റെ 100 വീഡിയോയിൽ കൂടുതൽ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാനതങ്ങനെ കാണാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഇടുന്നവർക്ക് മാത്രമല്ല, പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്കും തീർച്ചയായിട്ടും കമൻറ്റ് ഇടാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. അതിൽ നിന്ന് ഞാൻ ഒരാളെ ചൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ്. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ നിന്ന് ഞാനൊരു 10 ഡേയ്സ് കൂടുമ്പോൾ 1-2-3 ആൾക്കാരെ സെലക്ട് ചെയ്ത് അവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അവർക്ക് ഞാൻ റീഡിംഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സോ അതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം കുറേ നാളായിട്ട് റീഡിംഗ് കാണുന്നവർക്കെല്ലാം തന്നെ ഒരു സന്തോഷ വാർത്തയാണ്. ഇത് ഞാനായിട്ടല്ല കൊടുക്കുന്നത്, നിങ്ങളുടെ പേര് സെലക്ട് ആക്കുന്നത് യൂണിവേഴ്സായിട്ട് ആണ് എന്നതാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. കാര്യം നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് പറഞ്ഞിട്ട്, നിങ്ങളുടെ ഡൗട്ട് എന്താണോ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടോ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ ഞാനായിട്ടല്ല ഈ റീഡിംഗ് കൊടുക്കുന്നത്, യൂണിവേഴ്സായിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതും പറഞ്ഞ് ഫ്രീ റീഡിംഗ് ചെയ്ത് തരുമോയെന്ന് ചോദിച്ച് എനിക്ക് ആരും മെസ്സേജ് ചെയ്യരുത്. പണ്ടേ ഞാൻ ആ ഒരു പരിപാടി നിർത്തിയതായിരുന്നു. കാര്യം ഒരുപാട് മെസ്സേജസ് ഡെയിലി വന്നുകൊണ്ടിരിക്കുക, അതിന് റെസ്പോണ്ട് ചെയ്ത് തന്നെ സമയം പോവുക, അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തവരുടെ അവിടെ ഡിലേ ആവുക തുടങ്ങിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഫ്രീ റീഡിംഗ് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യില്ല. ഞാൻ യൂട്യൂബിൽ തന്നെ ആരാണ് ഇതിൽ വിന്നറായിട്ടുള്ളത് എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് ഞാനല്ല, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഇഷ്യൂസ് എല്ലാം വെച്ചിട്ടൊരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് നിങ്ങളുടെ പേര് തിരഞ്ഞെടുക്കപ്പെടും. നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് യൂണിവേഴ്സായിട്ട് ഞാൻ വഴി ഒരു റീഡിംഗ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ്. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. ഫസ്റ്റ് തന്നെ ദ ലവേഴ്സ് കാർഡും കിങ് ഓഫ് വാൻസുമാണ് വന്നിട്ടുള്ളത്. ദ വേൾഡ് കാർഡും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു കൺഫ്യൂഷനും കാര്യങ്ങളും, സ്മൂത്ത് ഗോയിങ് ആയിക്കോട്ടെ, ലോങ് ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ലൈഫിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, റിലേഷൻഷിപ്പിലും കരിയർ വൈസ് കാര്യത്തിലും ലൈഫ് എന്താണ്, മുന്നോട്ടേക്ക് എന്താണ്, എന്തായിത്തീരും എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അത് മാറിക്കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. 3 മാസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിനൊരു റിസൾട്ട് കിട്ടുന്ന സമയം തന്നെയായിരിക്കും. അതായത് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അത് കിട്ടി, അടുത്തൊരു ജോലിയിലേക്കോ പുതിയൊരു ജോലിക്ക് ശ്രമിച്ച് അത് കിട്ടി,
അതിൽ നിങ്ങൾക്ക് സന്തോഷകരമായി സമാധാനമായിട്ടും കുറച്ചും കൂടി സാലറിയിലൊക്കെ നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതൊരു 3 മന്ത്സിന് ശേഷം നല്ല രീതിയിൽ വരികയും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഏസ് ഓഫ് പെൻഡിക്കിളും 2 ഓഫ് പെൻഡിക്കിളും കിട്ടി. ഈ 3 മാസത്തിൽ നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറി കിട്ടി, നിങ്ങളുടെ പാത്ത് കുറച്ചും കൂടി ക്ലിയർ ആകുന്ന ഒരു സിറ്റുവേഷനാണ്. റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ആക്ഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നുണ്ട്. ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വൽ വേയിൽ വരും. ഡെയിലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ അതിനനുസരിച്ചൊരു റിസൾട്ട് ഡെയിലി പ്രാർത്ഥിക്കുക. ഒരു 21 ഡേയ്സ് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അട്രാക്ട് ചെയ്തെടുത്തുകൊണ്ട് വരാൻ സാധിക്കും. ഓക്കെ, സോ അതെനിക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഏപ്രിൽ മാസമാണ്. മെയ്, ജൂൺ, ജൂലൈ മാസത്തോടു കൂടി തന്നെ സ്ട്രോങ് ഓറ പവർ ഉള്ളവർക്ക് ഈ ഒരു 3 മന്ത്സ് ഒന്നും എടുക്കില്ല, ഒരു 3 വീക്സിൽ തന്നെ നിങ്ങൾക്ക് ഓരോ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. കരിയർ വൈസ് ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും. വഴക്ക് വാക്ക് തർക്കങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. അത് ഈ 3 മാസവും അതിന് ശേഷവും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ദേഷ്യം വരുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോടതി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നൊരു കാര്യം, കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട. ശരിയായിരുന്നോ തെറ്റായിരുന്നോ, ഇനിയും അത് നമ്മൾക്ക് മാറ്റപ്പെടാനോ മാറ്റി എഴുതാനോ ഒന്നും സാധിക്കില്ല അല്ലേ. നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യത്തിൽ ഇപ്പോഴും സ്റ്റക്കാണെന്നുള്ളത് പേജ് ഓഫ് വാൻസ് കാർഡ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യത്തിലും റിഗ്രറ്റ് ഉണ്ടായിരിക്കാം. അത് ഇനിയും ആലോചിച്ച് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുകയോ വിഷമിച്ച് നിൽക്കുകയോ വേണ്ട. ഓക്കെ, മുന്നോട്ടേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക. പറ്റുന്നിടത്തോളം ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആരെങ്കിലും സ്നേഹിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സോ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കും നമ്മൾക്ക് 6 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾക്ക് ദ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. ലൈഫിലൊരു പോസിറ്റീവ് ചേഞ്ച്, ഒരു ഷിഫ്റ്റിംഗ്, വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ട്രാവൽ വേണ്ടി വരും. ഈ ഒരു 3 മാസത്തിൽ തന്നെ ട്രാവൽ പോസിറ്റീവായിട്ട് കാണിക്കുന്നു. ലൈഫിലൊരു പുതിയ തുടക്കം, മാറ്റത്തിൻ്റെ ഒരു ട്രാവൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രഗ്നൻസിക്ക് ബേബി ഷവറൊക്കെ, ഒരു ഫാമിലിയിൽ ഒരു ബേബിയൊക്കെ ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കൺഫ്യൂഷൻസ് മാറുന്നു. അതേസമയം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ സ്റ്റക്ക് ആണെന്നുള്ളതും കാണിക്കുന്നു. റേക്കി ഹീലിംഗ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾ കുറേയും കൂടി ഒരു പ്ലാനിങ് കാര്യങ്ങളും എല്ലാം ചെയ്ത് അത് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. റിലേഷൻഷിപ്പിലും ഇപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീപ്പ് കണക്ഷൻ തന്നെയുണ്ട്. പല സിറ്റുവേഷനും തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കാരണം ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നിലധികം ഓപ്ഷൻസ് നിങ്ങൾക്കുള്ളതായിട്ടോ ഒരു കൺഫ്യൂഷന് നിലനിൽക്കുന്നതായിട്ടോ, മേ ബി ആ ഒരു പേഴ്സൺ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം, അത് ഡിവോഴ്സിലേക്കൊക്കെ പോകണമായിരിക്കും. സോ പല ഇഷ്യൂസും ഫാമിലി എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങൾ, സോ അതെല്ലാം മാറിക്കിട്ടാനായിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു 3 മാസത്തിൽ തന്നെ റിലേഷൻഷിപ്പ് എന്താണ്, കരിയർ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രാവൽ പോസിറ്റീവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. കരിയർ വൈസ് കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട, അതും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ലൈഫ് കുറേയും കൂടി സ്മൂത്ത് ആകുന്നു. 3 മന്ത്സ് മാത്രമല്ല, അടുത്ത 1 വർഷം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, ലൈഫിലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് അടുത്ത 1 ഇയർ കേട്ടോ, നിങ്ങളുടെ സമയമാണ്. സോ ഈ 3 മന്ത്സിന് ശേഷം മുന്നോട്ടേക്കും ക്യാഷ് വേസ് കാര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ്. അടുത്തൊരു 1 ഇയർ വരെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ജോലിയിലൊരു മാറ്റം വേണമെങ്കിൽ അങ്ങനെ ശ്രമിക്കാം. കുറേയും കൂടി സ്റ്റേബിൾ ആകുന്നു, ഇൻഡിപെൻഡൻ്റ് ആകുന്നു, മെറ്റീരിയലിസ്റ്റിക് അബൻഡൻസ് ഉണ്ടാകുന്നു, വീടോ വാഹനമോ ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. എന്നാൽ മാത്രമാണ് ഒരു കാര്യം അവിടെ പോസിബിൾ ആകുക. ചുമ്മാതിരുന്നാൽ കിട്ടില്ല അല്ലേ. ഇപ്പോൾ ഒരു എക്സാം ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പോയി എഴുതി വെയിറ്റ് ചെയ്ത് റിസൾട്ടും കിട്ടി, അടുത്തൊരു ജോബിൽ ഇൻ്റർവ്യൂ കാര്യങ്ങൾ, അങ്ങനെ കുറേ സ്റ്റെപ്പുണ്ട് ലൈഫ് എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം, പോസിറ്റീവായിട്ടിരിക്കണം, ഹെൽത്ത് കുറേയും കൂടി ശ്രദ്ധിക്കണം. സോ ഇതാണ് മൊത്തത്തിലൊരു മാറ്റം. ആൻഡ് 6 ഓഫ് സോഡ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഒരു മാറ്റം തന്നെയാണ്. ഹീലിംഗ് നല്ലതാണ്, തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോ ഫ്രീ റീഡിങ്ങിൻ്റെ കാര്യം മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരു 300+ വീഡിയോസ് ഇട്ടതിൽ ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ ചോദിക്കാറുണ്ട്.
സോ അതിനുള്ളൊരു ഉത്തരം ഞാൻ എപ്പോഴും തിരിച്ചു പറയാറുള്ളത്, ആരെയും ഫോഴ്സ് ചെയ്ത് ഒന്നിലും പിടിച്ചു നിർത്താതിരിക്കുക. മേ ബി അവർക്ക് ടാരോ കാർഡ് റീഡിങ് ഇഷ്ടമല്ലായിരിക്കാം, ചിലർക്ക് താല്പര്യമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, സമയമുള്ളവരുണ്ട്, ഇത് കാണാൻ സമയമില്ലാത്തവരുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നിലെയും റീഡിങ് മാത്രമല്ല, ഒന്നിലും ആരെയും ഫോഴ്സ് ചെയ്യാതിരിക്കുക, അവരെ ഫ്രീ ആയിട്ട് വിടുക അല്ലേ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. ആരെയും എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ കാണുമെന്ന് പറയുകയോ അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. ഫ്രീ ആയിട്ട് വിടുക. താല്പര്യമുള്ളവർ നിൽക്കട്ടെ, ഇല്ലാത്തവർ പോയിക്കോട്ടെ അല്ലേ. എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആവണമെന്നോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ. സോ അത് തന്നെയാണ് ഞാൻ മേ ബി ഫസ്റ്റ് ടൈം ആയിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നത്. സോ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും. 100-ൽ പരം കമൻറ്റ്സ് ഇട്ടവരുണ്ട്, ഒരുപാട് താങ്ക്സ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ഇതിനടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ദ ഡെവിൾ കാർഡ്, കിങ് ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, അതേപോലെ തന്നെ 7 ഓഫ് വാൺസ്, പേജ് ഓഫ് വാൺസ്, നൈറ്റ് ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റിക്കിൾ, 5 ഓഫ് വാൺസ്, പേജ് ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക്, പേജ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഞാൻ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫ്രീ റീഡിങ്ങിൻ്റെ കാര്യം ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. സോ അത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ടൊരു 3 ഇയേഴ്സ് എബോ ആയിട്ടുണ്ട്. സോ ഒരുപാട് പേര് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയ സമയത്ത് 100-ൽ പരം വീഡിയോസൊക്കെ കണ്ട് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100+ കമൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് 100-ൽ കൂടുതൽ വീഡിയോസ് അവർ കണ്ടിട്ടുണ്ട് എൻ്റെ അല്ലേ. സോ അവരെയൊക്കെ ഒരു ഫ്രീ റീഡിങ് കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ മേ ബി ഞാൻ ഫസ്റ്റ് ടൈം ആയിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ചാനൽ. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഫസ്റ്റ് പൈലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നിലും ആരെയും പിടിച്ചു നിർത്താതിരിക്കുക. താല്പര്യമുള്ളവർ കണ്ടോട്ടെ, ഇല്ലാത്തവർ കാണണ്ട, കുഴപ്പമില്ല. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. സോ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാം ഞാൻ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് പോകാറാണ് പതിവ്. സോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതിൽ നിന്നും ഞാൻ ഒരാളെ ചൂസ് ചെയ്യുന്നതായിരിക്കും. 10 ഡേയ്സ് കൂടുമ്പോഴൊക്കെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവർക്കും പുതുതായിട്ടുള്ളവർക്കും എല്ലാം തന്നെ ഇതൊരു അവസരമാണ്. പിന്നെയും ഞാൻ പറയുന്നു, ഇത് ഞാനായിട്ട് ചൂസ് ചെയ്യുന്നതല്ല, യൂണിവേഴ്സായിട്ടാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് തരണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ആകും. ഓക്കെ, അത് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. ആരും ഫ്രീ റീഡിങ് അല്ലാതെ ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യല്ലോ പ്ലീസ്. അത് ഞാൻ എടുത്തു പറയുന്നു. കാര്യം ഒരു ദിവസം തന്നെ 10-ൽ കൂടുതൽ ഫ്രീ റീഡിങ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം റിപ്ലൈ കൊടുത്തും അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എപ്പോഴാണോ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ എന്ത് സിറ്റുവേഷനും, ഇപ്പോൾ റിലേഷൻഷിപ്പോ കരിയറോ എന്ത് ഇഷ്യൂസും പറഞ്ഞ് നിങ്ങൾക്ക് റീഡിങ് ചെയ്യാം ഫ്രീ റീഡിങ്ങിൻ്റെ സമയത്തും. അല്ലാതെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീഡിങ് ചെയ്യാം, അതും ഉണ്ടായിരിക്കുന്നതാണ്. സോ യൂണിവേഴ്സായിട്ട് എപ്പോഴാണോ നിങ്ങൾക്കൊരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ സെലക്ട് ആകും. 10 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ വന്നിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും വീഡിയോസിൽ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക. ഓക്കെ, സോ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോസിനെ പറ്റിയിട്ടോ ടോപ്പിക്സിനെ പറ്റിയിട്ടോ നിങ്ങളുടെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയിട്ടോ നിങ്ങളുടെ അനുഭവങ്ങളോ നിങ്ങളെ പറ്റിയിട്ടോ എന്ത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ പുതുതായിട്ടുള്ളവർക്കും നേരത്തെ കുറേ വീഡിയോസിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളവർക്കും എല്ലാം തന്നെ ഇതൊരു അവസരമാണ്. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ദ ഡെവിൾ കാർഡ്, കിങ് ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, 7 ഓഫ് വാൺസ്, പേജ് ഓഫ് വാൺസ്, നൈറ്റ് ഓഫ് കപ്പ്, 6 ഓഫ് പെൻറ്റിക്കിൾ, അതേപോലെ തന്നെ 5 ഓഫ് വാൺസ്, പേജ് ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക്, പേജ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത 3 മാസം നിങ്ങൾ എക്സ്ട്രീം ലെവലിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് കിട്ടുന്ന സമയമാണ്. പെട്ടെന്ന് നിങ്ങൾക്കൊരു റിസൾട്ട് വരുന്നില്ല. ഇപ്പോൾ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ നമ്മൾ മാസങ്ങളോ വർഷങ്ങളായിട്ട് പഠിച്ചായിരിക്കും ഒരു എക്സാംസ് ഒക്കെ എഴുതി എടുക്കുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് 3 മാസം നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു, എന്തൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് ആഫ്റ്റർ 3 മന്ത്സ് ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു 3 മന്ത്സിന് ശേഷമാണ് നിങ്ങൾക്ക് ശരിക്കും അതിൽ നിന്നും ഒരു ലാഭം, കുറച്ചും കൂടി ബെറ്ററായിട്ട് കാര്യങ്ങൾ പോകുന്നത്. ഒരു ജോലിക്ക് കയറി ഇപ്പോൾ ഒരു 3 മന്ത്സിന് ശേഷമൊക്കെ നിങ്ങൾക്കൊരു പ്രൊമോഷനും കാര്യങ്ങളും, ഇപ്പോൾ ജോലി ഉള്ളവർക്ക് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ആഫ്റ്റർ 3 മന്ത്സ് ഓക്കെ, ഒരു 3 മാസം കൂടി
നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സെയിം പൊസിഷനിൽ. അതിനുശേഷം നിങ്ങൾക്കൊരു മാറ്റം, ജോലിയിലൊരു മാറ്റമോ പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പുതിയ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേർന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും ട്രാവൽ പോസിറ്റീവാണ്. കടൽ കടന്നൊരു യാത്ര നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ ഉണ്ടാകുന്നതായിട്ടും കാണാൻ പറ്റുന്നു. പ്രത്യേകിച്ചും ഒരു ബീച്ച് ഏരിയ, നദി, ഓക്കെ, ഇതിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള ഒരു ചാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയൊരു നെഗറ്റീവ് എനർജിയും ഉണ്ട്. മേ ബി നിങ്ങളെല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. നിങ്ങൾ ഭയങ്കര പാവമാണ്. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ കുറേയൊക്കെ അതേപോലെ അങ്ങ് വിശ്വസിക്കും. സോ അങ്ങനെ ചെയ്യരുത് എന്നെനിക്കിവിടെ പറയാനുണ്ട്. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളോ അടുത്ത് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നും ഒരു ചീറ്റിംഗ് എനർജി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലിയിലുള്ള പേഴ്സൺസ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. സോ അടുത്ത് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നും നിങ്ങൾക്കൊരു ചീറ്റിംഗ് കിട്ടാനുള്ളൊരു ചാൻസ്, അല്ലെങ്കിൽ അവർ കാരണം നിങ്ങൾ വിഷമിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 3 മാസം നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, സമാധാനം ഉണ്ടാകും, കുറച്ചൊരു ഹാർഡ് വർക്കിംഗ് ഉണ്ട്. എന്നാലും ഇവിടെയും ഫസ്റ്റ് പൈൽ പോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾ സ്റ്റക്കാണ് എന്നതും കാണിക്കുന്നു. എന്താണ് എല്ലാവരും ഇങ്ങനെ പാസ്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്നത്? കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു, അതിനെപ്പറ്റി ഒരുപാട് ചിന്തകളോ പ്രശ്നങ്ങളോ ആലോചിച്ച് ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നിൻ്റെ ആവശ്യമില്ല. മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിലോട്ട് എന്താകും, അതിനെപ്പറ്റി ചിന്തിച്ചോളൂ. അല്ലെങ്കിൽ ഇന്നൊരു ദിവസത്തിനെ പറ്റിയിട്ട് മാത്രം ചിന്തിച്ചാലും മതി. ഓക്കെ, പ്രശ്നമില്ല. സോ കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ട് ആർക്കും ഇനി അതിലൊരു മാറ്റവും വരുത്താൻ സാധിക്കുകയില്ല, അല്ലേ? ഇവിടെയും വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മാക്സിമം പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ആണെങ്കിൽ അത് മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫെമിനൈൻ എനർജി എന്താണെന്നുള്ളത്. ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ അത് മേ ബി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മ, ഓക്കെ, അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കാം, മദർ ഇൻ ലോ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്, ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഒരു ഫെമിനൈൻ നിൽക്കുന്ന ആരും വരാം, ഫ്രണ്ടോ ഫാമിലി മെമ്പേഴ്സിലാരെങ്കിലോ വൈഫോ കുട്ടിയോ, അങ്ങനെ ഇതെല്ലാം നമ്മൾക്കൊരു ഫെമിനൈൻ എനർജി ആയിട്ട് പറയാൻ സാധിക്കും കേട്ടോ. ആൻഡ് പിന്നെ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാനിഫെസ്റ്റേഷൻ എന്താണെന്നും. ഞാൻ കുറേ വീഡിയോസിൽ ഇതൊക്കെ റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അടുത്ത ദിവസം അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. മീൻസ് ഇപ്പം ഞാൻ ഈ ഒരു സെക്കൻഡ് പൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പൈലുള്ളവർക്കത് മിസ്സായിപ്പോവും. ഓക്കെ, എന്ത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും മാനിഫെസ്റ്റേഷൻ, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ കരിയറിന് വേണ്ടിയിട്ടോ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിയർ കട്ടായിട്ട് നമ്മളുടെ മനസ്സിൽ ഒരു ക്ലാരിറ്റിയോടുകൂടി തന്നെ എന്താണോ നമ്മൾക്ക് ഫ്യൂച്ചറിലോട്ട് വേണ്ടത് അത് നമ്മളുടെ മനസ്സിൽ അത്രത്തോളം ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം. അതിലൊരു സംശയവും വേണ്ട. ഓക്കെ, അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരാളും അവിടെ വേണ്ട, ആ ഒരു പേഴ്സൺ മാത്രം മതി. അല്ലെങ്കിൽ വേണോ വേണ്ടേ, ഈ റിലേഷൻഷിപ്പ് നല്ലതായിരിക്കും, ആ ഒരു സംശയം അവിടെ പാടില്ല. ജോലി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് സ്ഥാനത്താണോ എത്തേണ്ടത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്, പഠിക്കുന്നത്, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾക്ക് ഉറപ്പിച്ച് അത് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ അത് എങ്ങനെയായാലും നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു സംശയത്തോടു കൂടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക. റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിലും കറൻ്റ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ വേറൊരു വ്യക്തികളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ കൺട്രോളിലാണ് എന്നതും കാണിക്കുന്നു. ഓക്കെ, ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ പല ഇഷ്യൂസും നിങ്ങൾ തമ്മിൽ അധികം ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കറൻ്റ്ലി കുറച്ചൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് റേക്കി ഹീലിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 മന്ത്സിലൊക്കെ നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം കേട്ടോ. 2 മന്ത്സിൽ തന്നെ നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. ആ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ടും റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സായിട്ട് ഒരു മാരേജോ എൻഗേജ്മെൻറ്റിനൊക്കെ പോകാൻ പറ്റുക. 3 മാസത്തിൽ തന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ടൊരു ഒത്തുകൂടൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. മേ ബി ഒരു ബേബി ഷവറിന് വേണ്ടിയിട്ട്, എൻഗേജ്മെൻറ്റ്, മാരേജ്, ഭയങ്കര പോസിറ്റീവ്. നിങ്ങൾക്ക് അതൊരു മെമ്മറബിൾ ഡേ തന്നെയായിരിക്കും. കുറേ നാൾക്ക് ശേഷം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷിക്കാൻ പറ്റുന്നൊരു ദിവസം തന്നെ മുന്നോട്ടേക്ക് 3 മന്ത്സിൽ വരുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും, ഇപ്പോൾ ഫാമിലിയൊക്കെ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും, ട്രാവൽ ചെയ്യാനും, അവരുടെ കൂടെ ട്രാവൽ ചെയ്യാനും, ഒരുമിച്ച് നിൽക്കാനും ഒക്കെ പറ്റുന്നൊരു സിറ്റുവേഷൻ, നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ, ട്രാവലിനൊക്കെ ഫുള്ളി ഇവിടെ പോസിറ്റീവാണ്. പാസ്റ്റ് ലൈഫിൽ സ്റ്റക്ക് ആവാതിരിക്കുക, വാക്ക് തർക്കങ്ങളിലേക്കും പോകാതിരിക്കുക, പെട്ടെന്ന് നിങ്ങളെ ആൾക്കാർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും, അതിൽ വീഴാതിരിക്കുക. ഓക്കെ,
സോ നിങ്ങൾ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളതിൽ വീണു പോകും അല്ലേ. അതാണ് നിങ്ങൾക്കും ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ നിങ്ങൾ സ്ട്രോങ് ആണെന്നേ. ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ വാക്കിന് കുറച്ച് മൂർച്ച കൂടുതലാണ്. സോ പറയുന്ന വാക്കുകൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഫാമിലിയിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പറയുക, അല്ലെങ്കിൽ അതൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. സോ ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല നല്ല കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്. ഈ 3 മാസം നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് ഒരു റിസൾട്ട് കിട്ടുന്ന സമയമായിരിക്കും ആഫ്റ്റർ 3 മന്ത്സ്. ഓക്കെ, ആഫ്റ്റർ 3 മന്ത്സ് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്ന സമയം തന്നെയാണ്. റിലേഷൻഷിപ്പിലും നിങ്ങൾക്കൊരു റീകൺസിലേഷൻ, റീയൂണിയൻ പ്രതീക്ഷിക്കാം. നല്ലൊരു മാറ്റം തന്നെ. ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ് സിംഗിൾസിനും പോസിറ്റീവാണ്. നല്ലൊരു ജോബ്, കാര്യങ്ങൾ സ്റ്റേബിൾ ആയതിനു ശേഷം ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് തന്നെ, അല്ലാതെ ഒരു റിലേഷൻഷിപ്പ് വന്ന് അങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു പ്രപ്പോസൽ നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റെക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. ആൻഡ് ഫ്രീ റീഡിങ്ങിൻ്റെ കാര്യം മറക്കണ്ട, ഞാൻ 10 days കൂടുമ്പോൾ നെയിം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.